പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ആത്മഭാഷണം കേട്ടേ തീരൂ. ഇതൊരു കലാകാരിയുടെ, വളരെ സാധുവായ ഒരു സ്ത്രീയുടെ കലാജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ കടലിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലോക മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരി, കുടുംബ സദസ്സിലെ ഏറ്റവും പ്രിയങ്കരി മോളി കണ്ണമാലി, ചാളമേരി എന്ന് സ്നേഹപൂർവ്വം നമ്മൾ വിളിക്കുന്ന മോളി കണ്ണമാലിയുടെ സങ്കടകരമായ കലാജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണിത്. ഹായ്, നമസ്കാരം മോളി ചേച്ചി. കുറേ നാളുകളായി ചേച്ചിയെ കാണണമെന്നും ചേച്ചിയുടെ വിവരങ്ങൾ അറിയണമെന്നും അത് പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കണമെന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു അവസരമാണ് നമുക്കിന്ന് ഒത്തുകിട്ടിയത്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായ ദൈവസഹായം പിള്ള എന്ന ആ വിശുദ്ധൻ്റെ ഓർമ്മയിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവസഹായം പിള്ള എന്ന പേരിലെ ചവിട്ട് നാടകത്തിൻ്റെ സഹസംവിധായികയാണ് മോളി ചേച്ചി. നാടകം നമ്മുടെ തൊട്ട് പിന്നിൽ നടക്കുന്നുണ്ട്. നാടകത്തിൻ്റെ പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോളി ചേച്ചിയുടെ ജീവിതം വരുന്നത്, അല്ലെ കലാജീവിതം വരുന്നത് നാടകത്തിലൂടെയാണ്, അല്ലേ? ഈ ചവിട്ട് നാടകത്തിലൂടെയാണ് ചേച്ചി കലാരംഗത്തേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ചവിട്ട് നാടകത്തിലൂടെയുള്ള ഒരു യാത്ര? ചെറിയ പ്രായത്തിൽ ചേച്ചി ചവിട്ട് നാടകത്തിലൂടെ വന്നു എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ചവിട്ട് നാടകത്തിൽ വരാൻ കാരണം തന്നെ എൻ്റെ കാരണന്മാർ പോലെയാണ് ഞങ്ങൾ ചവിട്ടടക്കാരാണ്. എൻ്റെ അപ്പച്ചൻ, എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ, അപ്പച്ചൻ്റെ അളിയന്മാർ, അങ്ങനെ എൻ്റെ അപ്പച്ചൻ്റെ മൂത്തളിയൻ്റെ മക്കൾ, അവരും രണ്ടുപേരും നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു കല എനിക്കവിടെ പറഞ്ഞു കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമേ പഠിച്ച കലയെന്ന് പറഞ്ഞാൽ പരിശ്രമിട്ട് കളിയാണ്. പരിശ്രമ കളിയാണ് ഞാൻ ആദ്യമേ പഠിക്കണത്. അപ്പം ആ ആശാൻ തന്നെയാണ് പിന്നെ മന്ത്രികുമാരൻ അഥവാ ശവകുടീരെന്നും ഒരു നാടകം തുടങ്ങി എഴുതി. അപ്പം ഫ്രാങ്കോസ് ആശാനും ഈ ആശാനും കൂടിയാണ് ആ നാടകം എഴുതിയത്. പെതിരി എന്ന് പറയും പിള്ളേരുടെ പേര് പെതിരി എന്നാണ് പറയണത് ഞങ്ങൾ. അപ്പം ആ നാടകം തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബാലപ്പാട്ട്, ചെറിയ കഥാനായികയുടെ പാട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയില്ല ചവിട്ടോടെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഈ കൊട്ടി കേൾക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ നാടകം കാണാൻ വേണ്ടി പോയിട്ട് എങ്ങനെയാണ് കാർമാൻ ചരിത്രം അത് എൻ്റെ ഒരു ഒരു എന്ന് വെച്ചാൽ 5-8 വയസ്സ്, 4-5 വയസ്സായിട്ടുള്ളൂ. ചെറിയ വിനിയായി പെറ്റിക്കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ അപ്പച്ചൻ്റെ വീട്ടിൽ ഇവിടെ സൗദിയിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് വടക്ക് വശമാണ് നാടകം. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അപ്പച്ചനോട് വാശി പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ എങ്ങനെ കുളിപ്പിച്ച് 2 മുടിയൊക്കെ കെട്ടി ഷെമ്മി ഇട്ടിട്ട് ഓടിപ്പോവും. അങ്ങനെ നാടകം കണ്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ആ കൊട്ടിയാക്കുമ്പോൾ ഇൻട്രസ്റ്റ് എനിക്ക്. അങ്ങനെ നാടകം ഞാൻ കാണാൻ പോകാറുണ്ട് ചെറുപ്പത്തിൽ തന്നെ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പിച്ചി ഇടയിൽ എന്നെ കൊണ്ടുപോകാറുണ്ട്. അമ്മച്ചിക്ക് അങ്ങനെ ചവിട്ടോടോട്ടോലെ താല്പര്യമില്ലെങ്കിൽ അപ്പിച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുപോകണത്. അപ്പം അപ്പിച്ചി ഈ കോമഡി താഴാണ് അപ്പിച്ചി ചെയ്യണത്. കാരണം പപ്പൂൺ പാട്ടെന്ന് പറയുന്നത്, പപ്പൂൺ പാട്ട് തന്നെയല്ല അമ്മച്ചി ചവിട്ടോടം കളിച്ചിട്ടുണ്ട്. നല്ല ചവിട്ടോടക്കാരാണ് അപ്പിച്ചി. അപ്പം അങ്ങനെ ഞാൻ ആ നാടകം കണ്ടപ്പോൾ ആശാനം കണ്ട ഞാനപ്പം പറഞ്ഞ അമ്മച്ചി. അപ്പം ഞങ്ങളുടെ കുറച്ച് തരക്കാർ അവിടെയുള്ള പിള്ളേരൊക്കെ നാടകം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അമ്മച്ചി ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് ചവിട്ടടം കളിക്കാൻ ഭയങ്കര ആഗ്രഹം അമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു നീ കൊച്ചല്ലേ, നീ ഇപ്പോൾ ഒന്ന് കളിക്കാൻ പോകണം. അമ്മച്ചി എന്തിനാണ് അമ്മ എന്നെ ഒന്നും ആക്കിത്താമ്മ നാടകത്തിലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ നാടകത്തിൽ കൊണ്ടുപോയി ആക്കി. അപ്പം ഇതേപോലെ ഒരു കൂട്ടിയടക്കൊക്കെ ഉണ്ട്. അന്നെന്ന് വെച്ചാൽ ക്ലാൻറ്റൊക്കെ ഒന്നുമില്ല ആ സമയത്ത്. മറ്റേ ഇതില്ലേ, എന്താണ് പറയണത്, മറ്റേ ചെണ്ടയൊക്കെ അടിക്കാതായിട്ട് ഊത്തുണ്ടല്ലോ, അതാണ് ആ കാലത്തിലുള്ളത്. അത് ഈ കാലത്തിൽ ഈ ക്രാഫ്റ്റും ഇങ്ങനെയുള്ള സാധനമൊന്നും ഇല്ല. സൈറ്റോ ഉണ്ട്, ബേസ് സ്റ്റോക്ക് ഒന്നും ഇല്ല. ഇങ്ങനെ അടിക്കണുണ്ട്, ബേസ് അതില്ല. അതുപോലെ അതിങ്ങനെ ലൈറ്റും പിന്നെ ലൈറ്റ് സൗണ്ടൊക്കെ ഒന്നും ആ കാലത്തിലില്ല. അന്നൊക്കെ കാസ് ലൈറ്റുകളൊക്കെ അങ്ങനെയാണ് ചവിട്ടോടം കളിക്കണത്. അപ്പം ആ കാലം മുതൽ എനിക്ക് ചവിട്ടോടമായിട്ടുള്ളത് പാരമ്പര്യമായിട്ടുള്ളത് എനിക്കറിയാവുന്ന. അപ്പം അങ്ങനെ ആ നാടകം എനിക്ക് കളിക്കാൻ പറ്റിയില്ല. ആ നാടകം കളിക്കാൻ പറ്റില്ല. ആ നാടകത്തിൽ ആശാന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്തിരിച്ചിട്ട് ആശാൻ വേറെ നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഈ നാടകം തന്നെ എല്ലാ പിള്ളേർക്കും എഴുതി കൊടുത്താൽ നമുക്ക് പാട്ടുകൾ എഴുതി തരും. ഇപ്പം എൻ്റെ സീനിൻ്റെ പാട്ടുകൾ എനിക്ക് എഴുതി തരും ബുക്കിൽ. അപ്പം അത് പഠിച്ചിട്ടാണ് ഞാൻ ചെല്ലണത്. അപ്പം പിന്നെ മകന് പാട്ടുണ്ടെങ്കിൽ മകൻ്റെ പാട്ടും കൂടി മകൻ എഴുതി തരും. ഇപ്പം നമ്മൾ തമ്മിൽ കൂടിത്തരുവുണ്ട്. അപ്പം ആ ഒറ്റപ്പാട്ടായിരിക്കും നമുക്കത്.
അപ്പൊ മകന്റെ ലാസ്റ്റ് വരിയായിരിക്കും എന്റെ തുടക്കം. അതാണ് നാടകത്തിന്റെ നമ്മൾ പാരടി ഗാനങ്ങൾ പാടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിയപ്പോ ആശാൻ എന്ത് എഴുതി, പിള്ളേരുടെ പാട്ടുകൾ മേടിച്ചിട്ട് ആശാൻ ജോലി എഴുതി. അപ്പൊ എന്റെ ഗുരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മകളെ നാടകം ഇത് പൊളിഞ്ഞതാ, പിന്നെ അവര് ഈ നാടകം വെച്ചിട്ട് ജോലി എഴുതാൻ പോയി. എൻ്റെ മക്കളുടെ അഭിപ്രായം എന്താ, ആശാൻ എഴുതിയ ജോലി ആശാൻ ആർക്കും കൊടുക്കൂല. ഈ നാടകം കളിക്കണ്ടേ നീ നിശ്ചയിക്കേണ്ടതാണ്. നീ നാടകത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, ഇല്ല നിന്റെ അഭിപ്രായമാണ്. ഇങ്ങനെ പാട്ട് ചോദിക്കാൻ വരുന്നുണ്ട്, അപ്പം നീ എഴുതിയേക്കണത് കൊടുക്കണ്ടേ നീ തിരക്കി നിന്റെ അഭിപ്രായത്തിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ആ അമ്മച്ചോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്തുവെന്ന് പറഞ്ഞു. അപ്പം ഈ നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഈ ശ്രാങ്കോസ് ആശാൻ എന്ന് പറഞ്ഞ ആശാനും പിന്നെ കരപ്പാട എൻ്റെ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ കുറച്ച് പേര് അവിടെ വന്നു, എൻ്റെ അടിക്ക് വന്നു. എന്നാൽ കൊച്ചാണ് ഞാൻ. വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സാശാനെന്ന് പറയും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ എന്താ ആശാൻ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ വന്ന് വേറെ ഒന്നുമല്ല മോളെ, നിൻ്റെ പാട്ട് ബുക്കിംഗ് എന്താ, നമുക്ക് ഒരു നാടകം, ഈ നാടകം തന്നെ നമ്മൾ പകർത്തി എഴുതിയാണ്. ഇങ്ങനെ ആശാനെ വേണ്ടി ചെറിയ വഴക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ നാടകം അവിടെ വെച്ചിട്ട് വേറെ തുടങ്ങാൻ വേണ്ടി പോയാണ് കണ്ടക്കടയിൽ. അപ്പോൾ ഒന്ന് ബുക്ക് കയറ്റാൻ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു കണക്കൂടൽ എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ഗുരുവിനെ വഞ്ചിച്ചുള്ള ജീവിതം എനിക്ക് വേണ്ട. കാരണം ആ ഗുരുവിന് ഇന്നും ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ചെല്ലാത്ത ഒരു ദിവസം പോലും എനിക്കില്ല. ഇന്നും ആ സുപ്രഭാതത്തിൽ 3 മണി വെളുപ്പിന് എൻ്റെ കരണക്കൊന്ന ടൈമാണ്. ഇന്നും ഇത്ര അവശേതമായിട്ട് കിടന്നിട്ട് പോലും ഇന്നും അതെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു വേദന എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ വിചാരിച്ചു ഏതായാലും ഇതൊരു പണി കൊടുത്തിട്ടേ പറ്റുള്ളൂ. ശരി ആശാനെ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ എളുപ്പം അപ്പുറത്തെ റൂമിലേക്ക് ചെന്നിട്ട് ഈ ബുക്കിലിട്ട് അങ്ങോട്ട് മണ്ണെണ്ണ വിളക്കിൽ നിന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തിയ ഈ കത്തിച്ചിങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് ആശാൻ എഴുതാൻ പറ്റുമെങ്കിൽ ആശാൻ എഴുതിക്കുമെന്ന് പറഞ്ഞു. കാരണം ആശാൻ്റെ ചാവ എനിക്ക് ആക്കിയാല, ഞാൻ ആശാൻ ലക്ഷണം വെച്ചിട്ടില്ല. ഞാൻ ലക്ഷണം ഫസ്റ്റിൽ വെക്കണ പിതിരി ആശാനാണ്. ചവിട്ടുനാടകത്തിന് ഞാൻ വെക്കുന്ന പിതിരി ആശാനാണ്. ആ ആശാൻ്റെ ശിക്ഷത്തിയാണോ ഇതിൻ്റെ അകത്ത് കത്തിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കുമെന്ന് ആശാൻ മുമ്പ് എടുത്തിട്ട് കൊടുത്തിയ. ഇത് കണ്ടന്റ് കയറിക്കൊണ്ട് വരികയാണ് എൻ്റെ പിതിരി ആശാൻ. ആശാൻ വലിയവരൊക്കെ അരഞ്ഞാൽ പോയാ ആശാനക്കാരി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നോട് കെട്ടിയാണ് പിടിച്ചിട്ടും പറഞ്ഞേ എൻ്റെ പൊന്നുമകള് മരിക്കുന്ന കാലം വരെ ഓരോടി കയറ്റമില്ലാതെ എൻ്റെ മകൾക്ക് ഇറക്കമില്ല കേട്ടാന്ന് പറഞ്ഞു. ആ കയറ്റമാണ് ഇന്ന് ഞാൻ ചേർക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഏത് വേദിയിലാണ് നാടകം കളിച്ചത്? ഞാൻ ആദ്യമായിട്ട് ആ വേദിയിൽ നിന്ന് എന്നെ ആശാൻ കൊണ്ടുവന്ന് ആദ്യമായിട്ടൊരു നാടകം എനിക്ക് കളിപ്പിച്ചത് ഞാൻ മുണ്ടമ്പേലിലായിരുന്നു. മുണ്ടമ്പേലി ഭൂലോകരംഭ എന്നൊരു നാടകം ഉണ്ടായിരുന്നു. ഭൂലോകരംഭ എന്ന് പറയാം, അത്ഭുതരംഭ എന്നും പറയാം നാടകം. എന്ത് പ്രായം ഉണ്ടെന്ന്? അന്ന് എനിക്ക് ഒരു 9 വയസ്സ്. 10 വയസ്സ് കാല് വെച്ചിട്ടില്ല, അങ്ങനത്തെ പ്രായമില്ല എനിക്ക്. പിന്നീട് എത്ര വേദികൾ നാടകം കളിച്ചിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചവിട്ടാടെ ഒരുപാട് വേദികൾ ഒരുപാട് നാടകം. 55 വർഷമായി. 55 വർഷമായി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ കൊട്ടാര ദിവസം നാടകം തന്നെ ഞാൻ ചവിട്ട നാടകത്തിൽ ഏറ്റവും മടുത്തിട്ടുള്ളൊരു നാടകം അത്. കാരണം ഈ ആണുങ്ങളുമായിട്ടാണ് എൻ്റെ കൂടുതലും വെല്ലടിക്കല്. പെണ്ണുങ്ങളല്ല, ആണുങ്ങളാണ് ഈ ചവിട്ടാടത്തിൽ കാണുന്നത്. കണ്ട് ഇപ്പം ഈ നാടകത്തിൽ 5-10 ആണുങ്ങളുണ്ട്, ഒരു പെണ്ണേ ഉള്ളു. അപ്പൊ എത്ര പേരോട് നമ്മൾ അഭിനയിക്കേണ്ടി വരുമെന്നറിയാം. ചേച്ചിയുടെ ചെറുമകൾ നാടകത്തിൽ അഭിനയിക്കുന്നു. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം തന്നെ ചേച്ചിക്കുണ്ട്, ചവിട്ട് നാടക പാരമ്പര്യം. എങ്ങനെയായിരുന്നു ഈ നാടക ജീവിതവും പിന്നീടുള്ള സിനിമയിലെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര എന്താ, നമ്മൾ സിനിമയിലെ പോലെയല്ല ഇതല്ല. ഇപ്പൊ സിനിമയിലാണെങ്കിൽ നമുക്ക് ഒരു അവിടെ നിന്നുണ്ട് ഇപ്പൊ യേശുദാസ, ചിത്ര ചേച്ചി, ആരെങ്കിലൊക്കെ ഒന്ന് യേശുദാസ് സാറ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലൊക്കെ എം.ജി. ശ്രീകുമാർ സാറൊക്കെ പാടുമ്പോഴേക്കും ആ പാട്ടനുസരിച്ച് നമ്മൾ ലിപ്പ് ചെയ്താൽ മതി, അല്ല ഡാൻസ് ചെയ്താൽ മതി. ഇതങ്ങനെയല്ല. ഇത് എന്നൊരു അക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ പാടുകയും ചെയ്യണം, അതിനടുത്ത് അർത്ഥം കാണിക്കുകയും ചെയ്യണം, അതെടുത്ത് മുറ ചവിട്ടുകയും ചെയ്യണം. അത് ഭയങ്കര കഷ്ടപ്പാട് തന്നെ. ശരിക്കും എന്താ പറയുക, അമ്മതരണം വല്ലപ്പാല് കക്കുന്നൊരു നാടകമാണ് ചവിട്ട് നാടകം. ആ വ്യാധിയിൽ കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഈ സിനിമ ഫീൽഡിലേക്ക് വന്നത്. കേരളത്തിന് വെളിയിലേക്ക് നാടകം കളിക്കാൻ പോയിട്ടുണ്ടോ? കേരളത്തിൽ വെളിയിലേക്ക് അങ്ങനെ ഞാൻ പോയിട്ടില്ല. കായംകുളം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ, തിരുവാങ്കുളം, കായംകുളം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയി കളിച്ചിട്ടുണ്ട്.
അല്ലാതെ കൊണ്ടും ചവിട്ടാടം വെളിയിലേക്ക് പോയിട്ടില്ല. ഈ 55 വർഷമാകുന്നു കളിച്ചിട്ട്. അതെ. പക്ഷെ അത്രയും വർഷത്തെ ഒരു അരനൂറ്റാണ്ട് കഴിഞ്ഞ് അതെ എന്നിട്ടും അതിന്റെ ഒരു അംഗീകാരം കിട്ടിയിട്ട് തോന്നിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് കേരള സംഗീത അക്കാദമിയുടെ മികച്ച നടിക്കുള്ള അവാർഡ് ഞാൻ ലഭിച്ചത് ചവിട്ടാടത്തിൽ. എനിക്കാണ് ഈ ചവിട്ടുനാട രംഗത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരം. എനിക്ക് അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ ചവിട്ടാടത്തിൽ അംഗീകാരങ്ങളൊക്കെ കൊടുക്കണം. സാമ്പത്തികമായ വലിയ നേട്ടമൊക്കെ ഉണ്ടായോ? എനിക്ക് സാമ്പത്തികമായ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴേക്കും എന്നെ രോഗങ്ങൾ പിടിവിട്ടത്. ഇപ്പൊ എന്തൊക്കെ ശാരീരികമായിട്ട് എനിക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഉണ്ടെങ്കിലും അതിപ്പോ കുഴപ്പമില്ല. ഞാൻ അതിലേക്ക് ആക്റ്റീവായി വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു കുറഞ്ഞിടക്കായിട്ട് ഇപ്പൊ ഭയങ്കര മരുന്നിന്റെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നെനിക്ക്. കാരണം മക്കൾക്ക് പണിയില്ല, കാരണം നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അതാണ് ഏറ്റവും വലിയ സഹായം. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല എനിക്ക് താല്പര്യമുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം, തടിമാടം പോലത്തെ 2 ആമക്കളുണ്ടല്ലോ, എന്നിട്ട് എന്തിനാ തള്ളേ നിങ്ങൾ തെണ്ടാൻ പോണെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക്. തടിമാടമല്ല, അന്നുള്ള ആഹാരം തേടാൻ പോകുന്ന മക്കളാണ് അവര്. അവര് കടലിന്റെ മക്കളാണ്. അവര് മത്സ്യത്തൊഴിലാളികളാണ്. ഈ കടലിലാണെങ്കിലും പുഴയിലാണെങ്കിലും വലയിട്ട് ആ വലമ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നവർക്കാണ് ഞങ്ങള്. ഈ കടൽ കരിഞ്ഞു കിടക്കുകയാണ്. 10 പൈസയുടെ പണിയില്ല. പുഴയിലാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളകണ്ട വെള്ളം കയറിയിട്ട് പായും തിങ്ങി കിടക്കുന്നുണ്ട്. അതിൽ പോയി നീന്തിയിട്ട് മുക്കിയിട്ട് ഒന്നും കിട്ടണില്ല. 2 ദിവസമൊക്കെ കൂടിയിട്ടാണ് ചിലപ്പോൾ 10, 200, 10, 300 രൂപ കിട്ടിയാൽ മതിയോ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാൻ. അതെ, അതും അത്രയും തോമസ് മാഷ് അത് ഈ ചവിട്ടുനാട കലാകാരി എന്നുള്ള ആ ഒരു അംഗീകാരത്തോടെ സാർ എനിക്കത് ആ ഒരു ഭവനം വെച്ച് തന്നത്. അത് എനിക്ക് ആ ഒരു ഭവനം വെച്ച് തന്നിട്ട് അതിന്റെ അകത്താണ് ഞങ്ങൾ 10 അംഗങ്ങളെ ജീവിക്കണം. ചെറിയൊരു വീടല്ലേ? ചെറിയൊരു വീട്, 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു കുളിമുറിയും കക്കൂസ്, അത്രേ ഉള്ളൂ. ചെറിയ മുറി. സിനിമയിലേക്ക് വരുമ്പോഴേ സിനിമയുടെ ഒരു സാമ്പത്തികമായ മെച്ചമൊക്കെ ഉണ്ടായോ? സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും വലിയക്കാട്ടും മെച്ചമൊന്നും നമുക്ക് തരാനൊന്നും ആയിരുന്നില്ല. എന്നാലും ഒരുവിധം ഞാൻ മെച്ചപ്പെടുത്തി വന്നതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മകളൊരു ചെറിയ ഷെഡ് പോലെയൊക്കെ വെച്ച് കെട്ടണം എന്നൊക്കെ കടക്കൂട്ടിയൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. അതിൽ മാത്രം ഞാൻ കഷ്ടപ്പെട്ടു പോയി. കാരണം എന്നാലും ചരിത്ത് എന്നൊരു സിനിമയിലേക്ക് ഞാൻ കാല് വെച്ച്. അപ്പം അടുത്ത ലൊക്കേഷനിൽ ഞാൻ ഇവിടെ വന്ന് എന്നാലും ചരിത്ര സിനിമയിലേക്ക് ഞാൻ ബാലചന്ദ്രമേ സാറിൻ്റെ പടം അഭിനയിച്ചിരുന്ന് അതിൻ്റെ ലൊക്കേഷനിൽ വന്ന് ഞാൻ വീട്ടിൽ വന്ന് എന്നപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടൊക്കെ പോന്നു. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വർക്ക് വന്നായിരുന്നു. അതൊരു വലിയ വർക്കായിരുന്നു. ഞാൻ ഒരുപാട് പടം തിരുവനന്തപുരത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജനുവരി 20-ാം തീയതി അത് പോകണം. അപ്പോൾ എനിക്ക് നേരെ തട്ടിക്കടി ചുമയും പനിയും തുടങ്ങി, ശ്വാസം മുട്ടൽ. അപ്പോൾ ഞാനങ്ങനെ എളുപ്പം പറഞ്ഞ് അമ്മച്ചി പോയി മരുന്ന് വാങ്ങിച്ചോട്ടാന്ന് പറയും. ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഞാൻ ചുള്ളിക്കൽ ഗബദ ഹോസ്പിറ്റലിലാണ് ഞാൻ പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ്, ചേച്ചി അമ്മക്ക് നല്ല കഫക്കെട്ടുണ്ടല്ലോ, അമ്മ 2 ദിവസം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കിടക്കണമെന്നും ചികിത്സിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ കപ്പാസിറ്റി ഒന്നും ഇല്ല മോനെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഉള്ളത് 4 സെൻറ്റ് സ്ഥലം, ഒരു പെരയുമാണ്. അതേ ഉള്ളൂ. അതെൻ്റെ മക്കളെ കാരാഗ്രഹത്തിലാക്കാൻ എനിക്ക് പറ്റൂലല്ലോ മോനെന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞ അപ്പം അതില്ല, അതും കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ് മോനെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ ഒരുപാട് കാശൊക്കെ മേടിച്ച് അന്നും കുറേ കാശ് ചിലവാക്കിയിട്ട് കാശൊക്കെ മേടിച്ചിട്ട് ലാസ്റ്റ് പട്ടയം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പിള്ളേർക്ക് കടമൊക്കെ കൊടുത്ത് വിട്ടത്. പിന്നെ അമ്മച്ചി എവിടെയെങ്കിലും പോയി കഴിഞ്ഞ സമയത്ത് നമുക്ക് പട്ടയം എടുപ്പിക്കുക എന്നുള്ള കണക്കുള്ള. അപ്പോഴാണ് നമ്മുടെ കൊറോണ പിടിച്ചത്. സ്വന്തമായൊരു വീടില്ല എന്നൊരു സങ്കടത്തിൽ നിന്നാണ് പ്രൊഫസർ കെ വി തോമസ് ഒരു വീട് വെച്ച് തന്നു. മമ്മൂക്ക സാമ്പത്തികമായിട്ട് സഹായിച്ചു, നടൻ ബാല സഹായിച്ചു. എങ്ങനെ പല സഹായത്തിലൂടെയല്ലേ ചേച്ചിയുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്? ബാല സഹായിച്ചു. ഞാൻ ആസ്പത്രി കയറണം, അതൊക്കെ ഒന്നും എനിക്കറിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞു ഈ 20-ാം തീയതി ഞാൻ അവിടെ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മരുന്ന് മേടിച്ച് ശ്വാസം മുട്ടലായിട്ട്. ശനിയാഴ്ച എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ശ്വാസം മുട്ടൽ അങ്ങോട്ട് കടുക്കണേ. ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് പോലും എനിക്കറിയില്ല. തല മുതൽ പെരുവല്ല ഞാൻ വീർത്ത് മുങ്ങണേ. ഞാൻ ഉടുത്തേക്ക ഉടുപ്പ് പോലും പിഴിഞ്ഞു കൊടുക്കുക ആ ഭാഗത്തായി. അപ്പോൾ കൊച്ചിനെ പേടിച്ചു പോയി. ലാസ്റ്റ് എനിക്ക് നനക്കൊന്നുമില്ല, എന്നെ ഓടി അപ്പം തന്നെ എടുത്തിട്ട് ഗൗത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവരെല്ലാം ഐ സി കയറ്റി ഒരു 2 ദിവസമായിട്ട് ഞാൻ ഒരു ദിവസം കിടന്ന് പിറ്റേ ദിവസം ഞാൻ അവൻ്റെ അകത്ത് കിടന്നിട്ട് ഭയങ്കര ചവിട്ടടപ്പാട്ടാർന്നെന്ന് പറയണം. എനിക്കറിയില്ല, എൻ്റെ റീലെല്ലാം കട്ടായിപ്പോയി. ഈ ചവിട്ടടപ്പാട്ട് പിന്നെ നിലച്ച് പിന്നെ ജോസൊന്നും ഇല്ലാതെയായി. 3ൻ്റെ അന്ന് അവർ പറഞ്ഞ് ഒന്നും പറയല, അമ്മച്ചി ആകെ എന്തായിട്ടിരിക്കുക തന്നെയാണ് എന്ന് പറഞ്ഞ്.
അവർ ഈ 7-ൻ്റെ അന്ന് അരി വിളിച്ചിട്ട് പറഞ്ഞ് അമ്മനെ മറ്റേ എന്തോരം ഇട്ടേക്കട്ടെ എന്ന് വെച്ച് വേണ്ട, എൻ്റെ അമ്മയുടെ ചരം കീറാനും മുറുക്കാനും നിൽക്കണ്ട, എൻ്റെ അമ്മയുടെ പേര് വീട്ടിൽ തന്നേരം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കാര്യം അമ്മനെ വീട്ടിൽ അവരെടുത്തിട്ടും കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചോ അമ്മനെ കൊണ്ടുപോയിക്കുമെന്ന്. ആ ഗൗത ഹോസ്പിറ്റലിൽ നിന്ന് 1.5 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് എൻ്റെ മക്കൾ എന്നെയും കൊണ്ടുകൊണ്ട് നേരെ പോകുന്നത് മെഡിക്കൽ ട്രസ്റ്റിലിട്ടാം. അപ്പോൾ എൻ്റെ മകൻ ഈ ഫോൺ എടുത്തിട്ട് അവൻ ലൈഫ് പരിപാടി വിട്ട് എൻ്റെ അമ്മനെ രക്ഷിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെട്ട നടിയാണ്, എൻ്റെ അമ്മനെ രക്ഷിക്കണം, എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് തിരിച്ചു തരണം. എൻ്റെ മകൻ കരഞ്ഞും കൊണ്ട് എൻ്റെ മകൻ ലൈഫ് പരിപാടി വിട്ട്. അങ്ങനെ ഫിറോസ് കുന്നുംപുറം ആണ് ആദ്യമേ തന്നെ 2.5 ലക്ഷം രൂപ ഇട്ട് തന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 27,000 രൂപ 3 ഇഞ്ചക്ഷൻ എടുക്കണം കണ്ടൊക്കെ വേണം പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല മോനെ, എനിക്ക് അവിടെ ചെന്ന് എനിക്ക് ഓർമ്മ വീണ 7-ൻ്റെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഡോക്ടർമാർ അവിടെയും ഡോക്ടർമാർ കൈ കഴിഞ്ഞിട്ടതായിരുന്നു. എൻ്റെ അമ്മ മാതാവിൻ്റെ, എൻ്റെ കൃപാസന അമ്മയുടെ ശക്തിയാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഞാൻ പോകാറുണ്ട്, ജോസഫ് അച്ഛനെ കാണാറുണ്ട്. ജോസഫ് അച്ഛൻ ചവിട്ട് നടത്തിൻ്റെ ആളല്ലേ? അതെ അതെ. അതെ, കാരണം ഞാൻ കഴിഞ്ഞപ്പോൾ ഈ മാസം 16-ാം തീയതി എനിക്ക് പോകണം. കാരണം എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ടൈമാണ് എനിക്ക്. അത് എൻ്റെ മാതാവിനേക്ക് ഒന്നും കൂടെ എടുക്കണേണ് ഞാൻ. എൻ്റെ മാതാവിലേക്ക് ഞാൻ അടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പം ഞാൻ പറയും എനിക്ക് മരുന്ന് മുടക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് വായി പിടിച്ചൊരു പാട്ട് പാടാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, കാലോ കയ്യോ പൊക്കി ചവിട്ടാൻ പാടില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മാതാവിന്റെ ശക്തിയാണ്. അതെ, ഞാൻ വെറുതെ മരുന്ന് അങ്ങനെ ചൊവ്വേന്ദ്ര കഴിക്കാറില്ല. കാര്യം ഒരു ട്രിപ്പ് ഞാൻ മരുന്നിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 10,000 രൂപ വേണം. തരുമോ വല്ലരും? എൻ്റെ മക്കൾക്ക് കഴിവുണ്ടാ? ആരും പറഞ്ഞ് വിശ്വസിക്കല. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന എൻ്റെ ഫുൾ ചെക്കപ്പ് ഡോക്ടർ പറയുന്നെല്ലാം ചെയ്യണം. മക്കളെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടതേ അവർക്ക് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്. കടലിൽ പണിക്ക് പോയില്ലെങ്കിൽ വേറെ വല്ല പണിക്ക് പോയിക്കൂടെ ചോദിക്കുന്നത്. കടലിൽ പണിക്ക് പോയില്ലെങ്കിൽ വേറൊരു പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പണിക്ക് പോയാൽ എന്താ അവർക്ക് കിട്ടുന്നത്? അവർക്കും ഇല്ലേ ഒരു ഭാവിയും ജീവിതവും, അവർക്ക് കുടുംബജീവില്ലേ. അവർക്ക് എൻ്റെ ഇളയ മോനാണെന്നുണ്ടെങ്കിൽ 2 പെൺകുട്ടികളാ. അത് 10-ലും 8-ലും പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഇളയ മൂത്തമാനാണെങ്കിൽ അവന് 3 മക്കള്, 2 ആണും 1 പെണ്ണും. മമ്മൂക്കടൊക്കെ സഹായിച്ചല്ലോ അല്ലേ? മമ്മൂക്ക ഞാൻ ആദ്യം ഫസ്റ്റിൽ ആസ്പത്രി കിടന്നപ്പോഴേക്കും മമ്മൂക്ക എനിക്കൊരു 50,000 രൂപ സഹായിച്ചു. പിന്നെ ബാലേറ്റ എനിക്ക് 25,000 രൂപ 17,000 രൂപ ആദ്യമേ കൊടുത്തെന്ന് പറയണു. പിന്നെ ഞാൻ എൻ്റെ ജപ്തി നോട്ടീസ് ഞാൻ ഈ ഇത്ര സീരിയസായി ഞാൻ അവിടെ നിന്ന് ആസ്പത്രിയിൽ നിന്ന് ഞാൻ പേര് വെട്ടി വീട്ടിൽ വന്നതിന് ശേഷം ആണ് എനിക്ക് ജപ്തി നോട്ടീസ് വന്നത്. ആ ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നടക്കാൻ പോലും വല്ലാത്ത എന്നെയും കൊണ്ടുണ്ട് ബാലയുടെ വീട്ടിൽ ചെന്ന്. അങ്ങനെ ബാലനെ ചെന്ന് കണ്ട് ഞാൻ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാലനോട് പറഞ്ഞ് നമ്മൾ പേടിക്കാണ്ട് എല്ലാം നടക്കേണ്ട രീതി നമുക്ക് നടക്കും എന്നും പറഞ്ഞ് എനിക്കൊരു 10,000 രൂപ ഒരു ചെക്ക് തന്നിട്ട് പറഞ്ഞ് അമ്മ ഈ കാശ് കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കണം കേട്ടോന്നത്. സത്യം മകനെ, എൻ്റെ കൃപാസന അമ്മയാണ് സത്യം. ഞാൻ ആ കാശ് കെട്ടിയാൽ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അത്യന്തരം കിട്ടുന്നില്ല. ഞാൻ എളുപ്പം ഫിറോസിനെ വിളിക്കുകയും അപ്പോൾ 2.5 ലക്ഷം രൂപ അയച്ച് തന്നേ. അതുപോലെ ഇവിടെ ഇത് പറഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ജോയിക്കെ മാത്യു സാറ് എന്ത് കാര്യത്തിന് ഏത് കാര്യത്തിന് എൻ്റെ കൂടെ ഈ നിമിഷം വരെയുള്ള ഒരു മനുഷ്യനാണ്. ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം. അതെ, ഇംഗ്ലീഷ് മൂവിയിൽ അഭിനയിക്കാൻ അവസരം തന്നെയുമല്ല, ഞാൻ ഈ സുഖമില്ലാതെ കിടന്ന സമയത്ത് എനിക്ക് ഒട്ടേറെ സഹായങ്ങൾ ഈ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ സഹായിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് തീരെ മരുന്നിന് 10 പൈസ ഇല്ലാതെ കഴിക്കുമ്പോൾ ഞാൻ വിളിച്ചു വയ്ക്കും, എനിക്ക് മരുന്നിന് പോകണം, പൈസ എല്ലാം കയ്യിലുണ്ടെങ്കിൽ കിട്ടുകയെന്ന് പറയും. നമ്മുടെ ചോദ്യമൊക്കെ ഇങ്ങനെയൊക്കെ. അല്ലാതെ കൊണ്ട് എനിക്ക് മരുന്നിന് പോകണമെങ്കിൽ താഴ്മയുടെ ചോദിക്കാനില്ല. ഇപ്പോഴും ആ ഒരു എന്താ പറയുക, എൻ്റെ ഒരു മൂത്ത ഒരു മകൻ എൻ്റെ ആ സ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോഴും സാറിനെ കാണുന്നത്. ഈ ബാലയുടെ ചെക്ക് വണ്ടി ചെക്കായിരുന്നു? ഇല്ലില്ല, ചെക്ക് വണ്ടി ചെക്കലായിരുന്നു. 10,000 രൂപയുടെ ചെക്ക് ഒരു ചാനലുകാരത് 10 ലക്ഷമാക്കി. പിന്നെ അവസാനം എന്താ ബാലയുടെ അഭിപ്രായ വ്യത്യാസം വന്നത്? അഭിപ്രായ വ്യത്യാസം ഞാൻ ഇന്നുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടാക്കിയിട്ടില്ലേ. പിന്നീട് വിളിക്കുക, സംസാരിക്കുക ഇല്ല, ഒന്നുമില്ല. പിന്നെ മനുഷ്യരല്ലേ മോനെ, ബഹുജനം പല വിധമെന്നല്ലേ പറയണത്. ഏതോ ഒരു നമ്മുടെ കോവിഡിന്റെ സമയത്താണോ ഏതോ ഒരു നടനോട് ചേച്ചി എന്ത് സഹായം ചോദിച്ചിട്ട്
വല്ലാതെ വിഷമിപ്പിച്ചായിരുന്നു അല്ലേ? അതെ, അത് ആരാണെന്ന് പേര് പറയണ്ട. അങ്ങനെ ഒരു സഹായം ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം എടുത്തു വയ്ക്കാനോട് പറഞ്ഞ വാക്കെന്നറിയാം, അത് എൻ്റെ തൊഴിലല്ലാന്ന്. സഹായിക്കരുത്, നീ ഗവൺമെന്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വിടാൻ. അതാണാ നമ്മുടെ ആപത്ത് സമയത്ത് സഹിക്കുമ്പോൾ പറയേണ്ടത്. അതാരായിരുന്നു? അത് വേണ വേണ്ട, അറിയാവുന്നതല്ലേ? ഇതല്ല, വിവാദം ഉണ്ടാക്കാനോ ചർച്ചയ്ക്ക്? അല്ലല്ല, വേണ്ട. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണം കൊണ്ടട്ടാ, ഇല്ലാച്ചെങ്കിൽ ഞാൻ അടിച്ചാണ്. അല്ല, ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, അത് വേണ്ടാഞ്ഞിട്ടാ. അല്ല, അമ്മയെ സംഘടനയിലില്ല, അമ്മ സംഘടന ഒന്നിനും ഇല്ല, എന്തിനും ഇല്ല. കാരണം അമ്മ സംഘടന ഇല്ലെങ്കിലും ഒന്നിനും ഇല്ലെങ്കിലും വേണ്ട മോനെ, അത് എന്നോട് തന്നെ അങ്ങ് തീർന്നു പോയിക്കോട്ടെ. 150-ലേറെ സിനിമകളിൽ ചേച്ചി അഭിനയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടായിരിക്കാം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ചേച്ചിക്കൊരു അംഗത്വം ലഭിക്കാതെ പോയത്? ചേച്ചിക്കൊരു ആഗ്രഹമില്ലേ അതിൽ അംഗമാകണമെന്നും ഈ താരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കണമെന്നും അവർക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹമില്ല? സ്വാഭാവികം ആഗ്രഹിക്കാമല്ലോ, അങ്ങനെ ഉണ്ടോ? എന്താണ്? എനിക്ക് ആഗ്രഹമുണ്ട്. 1.5 ലക്ഷം രൂപ മുടക്കാനുള്ള ആഗ്രഹം എനിക്കില്ല. ആരെങ്കിലും അമ്മയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? എന്നെ അമ്മയിലേക്ക് എന്നോട് എല്ലാവരും പറഞ്ഞ് അതിലേക്ക് ക്ഷണിക്കാം, പോയി അതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും മുൻകൈ എടുത്ത് വന്ന ഏതെങ്കിലും നടന്മാരോ നടിമാരോ? ഇല്ല, ഇന്നുവരെ വന്നിട്ടില്ല. നടിമാരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടാറുണ്ടോ? നടിമാരുടെ ഭാഗത്തുനിന്ന് ഒരു കുറേ, ഞാൻ കിടന്നപ്പോൾ കുറച്ച് പിള്ളേരെന്നെ വന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയിൽ അംഗമാണെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഈ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അംഗമാകാത്തത്. ഈ 1.5 ലക്ഷം രൂപയൊക്കെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. വേറെ സിനിമാ സംഘടന വല്ലയിടത്തും ഉണ്ടോ? ചേച്ചിക്ക് ക്ഷേമ പെൻഷനുകൾ വല്ലതും കിട്ടുന്നുണ്ടോ? സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ അംഗമാണോ? അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന എന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ ചേച്ചിക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇല്ല, ഒന്നിനുമില്ല. പെൻഷൻ കിട്ടണോ ചേച്ചിക്ക്? ഇല്ല, അതുമില്ല. സാംസ്കാരിക വകുപ്പിന്റെ പെൻഷൻ ഇല്ല, ഒന്നുമില്ല. ക്ഷേമനിധിയിലില്ല, ഒന്നുമില്ല. ഒരു ആനുകൂല്യം, ഒരു ആനുകൂല്യം ഇല്ല. ഈ 150 ഉള്ള സിനിമകൾ അഭിനയിച്ചു. ഈ 55-ാം വയസ്സ് വരെ ചവിട്ടുനാട കലാകാരിയാണ്. ഒരു കലാകാരിയുടെ ഒരു പരിഗണനയും കിട്ടുന്നില്ല. മറ്റേ കേരള സംഗീത അക്കാദമിക്ക് ഞാൻ പരിചയത്തിന് വേണ്ടി അവാർഡ് കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്തായിരുന്നു. അത് കിട്ടിയോ? ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ കൊടുക്കാതിരുന്നപ്പോഴേക്കും എനിക്ക് മറ്റേ ഞങ്ങൾ പഞ്ചായത്തല്ല, പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പോകാനായിട്ട് ഇരിക്കുന്നതാണ്, പോയിട്ടില്ല. ഞാനത് മേടിച്ചുകൊണ്ട് നടക്കണത്. അപ്പം ഞാൻ സെക്രട്ടറിയുടെ കയ്യാളാണെന്നുണ്ടെങ്കിൽ സെക്രട്ടറി വേണമെന്നില്ല, പഞ്ചായത്ത് നമ്മുടെ വാർഡ് മെമ്പർ ആയാലും വാർഡ് മെമ്പറിന്റെ കൊടുത്തിട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞു എന്നോട്. ആര് പറഞ്ഞു? അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സെക്രട്ടറിയുടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സെക്രട്ടറി എന്നല്ലേ നമുക്കൊരു മന്ത്രിയുടെ ലെഫ്റ്റ് പോരെ? മന്ത്രിയുടെ വേണ്ട, ശരിക്കും പഞ്ചായത്ത് മെമ്പറാണ് നമ്മുടെ ശുപാർശ ചെയ്യേണ്ടത്. അത് പുള്ളിക്കാരൻ തന്നു, അത് ഞാൻ കൊടുത്തു. അത് പറ്റൂല എന്ന് പറഞ്ഞു. ആവശ്യമെന്നാലും ഒന്നുമില്ലെങ്കിൽ എന്റെ മരുന്നിന്റെ നടക്കുമല്ലോ മോനെ. ഈ മാസത്തിൽ കിട്ടുന്നത് കൊണ്ടെങ്കിലും നമുക്ക് അങ്ങനെ മരുന്നില്ലെങ്കിൽ നടക്കുമല്ലോ. ചേച്ചിയെ പോലെ ഒരുപാട് അവശത അനുഭവിക്കുന്ന നടിമാർക്ക് അമ്മയിൽ നിന്ന് നിശ്ചിത വരുമാനമുണ്ട് എല്ലാ മാസവും. അതെ അല്ലേ? അതെ. സഹപ്രവർത്തകർക്ക് അത് പറയാറില്ലേ? പറയാറുണ്ടോ എനിക്കറിയില്ല, നമുക്കാരും സഹായിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എന്തെന്ന് പറയാൻ? എന്തോ അങ്ങനെ നിങ്ങളെപ്പോലുള്ള നമ്മളെപ്പോലുള്ള പാവങ്ങളാണ് എന്നെ സഹായിക്കണത്, മനസ്സിലായ? എത്രയെന്ന് വെച്ചാൽ നമ്മൾ അവരോട് ചോദിക്കാറുണ്ടല്ലേ? ചോദിക്കുന്ന നമ്മുടെ അവസ്ഥകൾ പറയാറുണ്ട്. ഇങ്ങനെ ഞാൻ ആരോടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറില്ല, പറഞ്ഞിട്ടും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തുറന്നു പറയണേ. എനിക്ക് ആയിട്ടുള്ള ഓരോ വേദനകൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം എനിക്ക് എത്ര നാളുണ്ടാകും എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയങ്ങളാണ്. അത് അതേപോലെ തന്നെ വിട്ടുകൊടുത്തേക്കാണ്. പിന്നെ എനിക്കൊരാഗ്രഹമുള്ളത് എൻ്റെ കുഞ്ഞിന് കിടക്കാനൊരു കിടപ്പട, എൻ്റെ മൂത്ത മകന്. അതാണ് വെള്ളത്തിൽ കിടന്നൊഴുകണത്. ആ പെരടകത്ത് ഒരു ഷെഡ്, ഞാൻ വലിയ വാരിച്ച പെര വെക്കണമെന്ന് എനിക്കൊരൊട്ടും ആഗ്രഹമില്ല, വാർത്ത് വെക്കണമെന്നും ആഗ്രഹം എനിക്കില്ല. വെള്ളം കയറാത്ത വിധത്തിലൊരു ഷെഡ് വെച്ചിട്ട് 2 ഓടെങ്കിലും പഴയ ഓടെങ്കിലും ഇട്ട് അതിനകത്ത് മരിക്കണമെന്ന് ഒറ്റ ആഗ്രഹം ഇന്നീ ഭൂമിയിൽ എനിക്കുള്ളൂ. സിനിമാ മന്ത്രിയോട് ചേച്ചിക്ക് തൊഴുകയോട് പറയാനുള്ള എന്താണ് ആവശ്യം? എനിക്കൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഈ സിനിമാ മന്ത്രിനോട് എൻ്റെ കുഞ്ഞിന് കിടക്കാൻ ഒരു കിടപ്പണം. എനിക്കതേ ആഗ്രഹമുള്ളൂ. ഞാൻ ഇന്നലെ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകണില്ല, ഞാൻ രണ്ടും വിരിച്ചുണ്ടാവണത്. ആ മരിക്കണതിന് മുമ്പ് എൻ്റെ കുഞ്ഞിന് ഒരു ചെറിയ ചെണ്ടെങ്കിൽ അതിലൊരു അന്ത്യങ്ങളും കിടന്നു മരിക്കണമെന്ന്
ഒരാഗ്രഹം ഈ ഭൂമിയിൽ ഈ പാവപ്പെട്ടവക്കുള്ള. വേറെ ഒന്നും എനിക്കില്ല. അമ്മ സംഘടനയിലേക്ക് എന്നെ എടുക്കണം, എനിക്ക് അംഗമാകാൻ ആഗ്രഹമുണ്ട് എന്ന ഒരു ആഗ്രഹം മലയാളത്തിലെ താരങ്ങളോടോ അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹികളോടോ ചേച്ചി പങ്കുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അതിനെ മുതിരാത്തത്? അവരോട് ഞാൻ എന്താ പറയാ, എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. അല്ല, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും പറഞ്ഞത് അമ്മ സംഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് ഒന്ന് സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് എന്താ ആവശ്യപ്പെട്ടു? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സംഘടനയിലോ ചേരിച്ചിട്ട് എന്നെ സംഘടനയിലേക്ക് എടുക്കണമെന്ന് എന്നെ എടുക്കണേ എന്ന് ഞാൻ പറയുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്. എല്ലാ ആഗ്രഹമാണ് ആ സംഘടനയിലേക്ക് ഉൾപ്പെടണം, എന്നെ എടുക്കണം. ഇത്രയൊക്കെ രൂപ കേട്ടാളാ സാമ്പത്തിക കഴിവൊന്നും എനിക്കില്ല. ഞാൻ ഭാവിയാണ്. ഒരു സാമ്പത്തിക കഴിവില്ലാത്ത ഒരു മഹാഭാവിയാണ് ഞാൻ. ചേച്ചിക്ക് ആൺമക്കളുണ്ട്, അവർക്ക് ആരോഗ്യമുള്ള ആൺമക്കൾ തന്നെയാണ്. അവർ അധ്വാനിച്ച് ചേച്ചി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിന് മുതിരാതെ ചേച്ചി മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നൊരു ആക്ഷേപവുമുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? എൻ്റെ മക്കളാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാ. അവർ തോടും പുഴയും നീന്തി കടലും നീന്തി കണ്ട കൂലിപ്പണിയൊക്കെ എടുത്താൽ അവർ ജീവിക്കണത്. വന്നിച്ചാലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിന്ദിക്കരുത് തന്നെ, അതെനിക്ക് പറയാനുള്ളൂ. ആൾക്കാർ പറയേ ആ തള്ള അങ്ങനെ പല കുറിക്ക് ഇടുന്നുണ്ട്, പക്ഷേ ചങ്ക് പൊളിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക്. ആ തള്ള ഇങ്ങനെ എല്ലാ ചാലുകാർക്കിടെ മുമ്പ് ചെയ്യുന്നുണ്ട്. വേണ്ടാത്തൊക്കെ പറഞ്ഞ് കള്ളക്കരത്ത് കയറി കണ്ണൂരിക്കടെ കാജ് കയറി ചിന്നിയിടും എന്ന് പറഞ്ഞു. അതുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നാ അറിയാമോ? ഞാൻ പറഞ്ഞ ഈ വാല 10,000-15,000 രൂപയുടെ ചെക്ക് വന്നപ്പോൾ 10 ലക്ഷമാക്കി ചാലുകാരത്. പക്ഷെ എൻ്റെ മനസ്സാക്ഷി നോക്കി എൻ്റെ അമ്മ മാതാവിനെ അനുഗ്രഹം നോക്കുക, ആ ചെക്ക് ഞാൻ മാറിയിട്ടില്ലായിരുന്നു. ഞാൻ ഫിറോസ് കുന്നുമ്പനോട് പറഞ്ഞു, മോനെ എന്നെ സഹായിക്കുവാനെ എൻ്റെ കുടുംബം സാർ അവർ ഇന്നലെ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ മക്കളോട്ട് അവിടെ പോകുമെന്ന് ചോദിച്ചു. കാരണം ഞാൻ ആസ്പത്രിയിൽ എൻ്റെ പ്യാരും വെട്ടി വാസിഞ്ചലിൽ കൊണ്ട് ഇന്ന് വാസിഞ്ചൻ്റെ തലയ്ക്ക് പാത്തിരിക്കണം മോനെ. ഇപ്പോഴും എൻ്റെ വീട്ടിൽ അമ്മ വന്ന് കാണുമെങ്കിൽ വാസിഞ്ചൻ്റെ തലയ്ക്ക് പാത്തിരിക്കുക. അയാളാണ് ഇന്ന് ഈ ചവിട്ടോടെ രംഗത്ത് ഇവിടെ വന്നിരിക്കണം, അറിയാമോ? അപ്പം എൻ്റെ ദൈവത്തിനുള്ള പ്രാർത്ഥന എന്താണോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് വാസിഞ്ചലിൻ്റെ തലയ്ക്ക് പാത്ത് ഗവൺമെൻറ് വാസിൻ്റെ തലയ്ക്ക് പാത്തിരിക്കുക. ആ നിമിഷം എന്ത് സംഭവിക്കുക എനിക്ക്? എങ്കിലും ഞാൻ മരിക്കലട്ടാ, ഞാൻ ജീവിച്ചതിന് പോരാടി ജീവിക്കണേ. ഇപ്പോഴും ഞാൻ ഷൂട്ടിങ്ങിനും പോകുന്നുണ്ട്, ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ചവിട്ടോടാൻ കളിക്കുന്നുണ്ട്. ഞാൻ മേഖലയിൽ എന്തെങ്കിലും സഹായം കിട്ടിയോ? ആർക്കിടയില്ല, ഒരാളിൻ്റെ ഉണ്ടായിട്ടില്ല. ചേച്ചിക്ക് ഇപ്പോഴും സിനിമയിലേക്ക് വിളിച്ച് അഭിനയിക്കാനുള്ളൊരു ശേഷിയുണ്ട്? ഞാൻ അഭിനയിക്കും, എനിക്ക് അഭിനയിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇന്നാളിപ്പം ചോദിക്കാൻ പറ്റിയ സാറിനോട് ആരാണ്ട് പറ്റേ എന്നെ കിട്ടുവാന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞാ ഞാൻ പറയാലെന്ന്. കാരണം ചോദിക്കാൻ പറ്റിയ സാറിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സാറുമായിട്ട് ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ സാറ് എന്തെങ്കിലും സിനിമ എടുക്കാൻ പോകുമ്പോഴേക്കും ഈ കഴിഞ്ഞൊരു പടം എടുത്തപ്പോൾ സാറ് എന്നെ ഫോൺ ചെയ്തു. ഓസ്ട്രേലിയയിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് പറയണം, ചേച്ചി നമുക്ക് ഇങ്ങനെ ഒരു മൂവി എടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ കഥ പറയണേ, ഓക്കെ റെഡി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 1000 അക്ഷരം എനിക്ക് എഴുതൂല. കാരണം ഞാൻ ആ സ്പോട്ടിൽ കൊടുക്കും. അത് എന്നോട് പുള്ളിക്കാരൻ ഇത്രയും വാത്സല്യമായത് ഈ ഇംഗ്ലീഷ് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2-3 പേജ് കംപ്ലീറ്റ് ഒരു ഇത് ശരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീനാണ്, സീക്വൻസ് ആയിരുന്നത്. കാര്യം ഭയങ്കര കരച്ചിലും പിടിച്ചിലുള്ള സീക്വൻസ് ആണ്. അപ്പം അതെടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെടുത്താലും 2 ദിവസം പിടിക്കും. അതുറപ്പാ. കട്ട് ചെയ്ത് എടുക്കും. അപ്പം നേരെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇതെടുക്കാൻ പറ്റുമോയെന്ന് ചേച്ചി. ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡയലോഗ് ഇങ്ങോട്ട് വായിച്ച് കേട്ടു. ഓക്കെ
ക്യാമറ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ചേച്ചി നടക്കുമോ ചേച്ചി, ഇങ്ങോട്ട് പയ്യെ റിപ്പീറ്റ് ചെയ്താൽ മതി, പിന്നത്തെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ഡയലോഗ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അത് കുറിച്ച് കഴിഞ്ഞ്. 1 മണിക്കൂറല്ല, 1/2 മണിക്കൂറുണ്ട്. അതാണ് ചോദിക്കുമ്പോൾ ഇന്നും എൻ്റെ മുമ്പിൽ പറയണത്. ചേച്ചേട്ടാ ഞാൻ ദേവസ് വെച്ച കാര്യത്താണ്. പുള്ളിക്കാരൻ പോലും വിചാരിക്കാത്ത രീതിയിൽ അത് ഞാൻ അഭിനയിച്ച് കാഴ്ചവെച്ച് കൊടുത്തു. ഇന്ന് ഏത് വേദി ചെന്നാലും പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു കാര്യമാണ്. കാരണം ഒരാളെ കൊണ്ട് സാധിക്കില്ല. അവിടെ കട്ടാ കിട്ട ഒന്നും പറയാൻ സാഹചര്യം കൊടുത്തില്ലേ. പയ്യ അവിടെ റിപ്പീറ്റ് ചെയ്യണമെന്നോ മാത്രമേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. അവിടെ ചുണ്ടനക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടും. അതുപോലെ ഈ ചവിട്ടാട പാട്ടാണെങ്കിൽ ഇപ്പം നമ്മളിവിടെ ഇന്റർവ്യൂ നടത്തുകൊണ്ട് അവിടെ ചവിട്ടാട നടക്കുന്നുണ്ട്. അവിടെ പാടുന്ന പാട്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കും. പെറ്റമ്മ പോലും എന്നെ പിട്ടി ആകന്നിടുന്നു ദുഃഖത്തിലാക്കിയിടല്ലേ യേശുവേ നിൻ പാദം തേടുന്ന മക്കൾക്കിന്നും ആശ്രയം നൽകിയിടണേ. മലയാള സിനിമ ഇന്ന് ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ, സ്ത്രീ ലൈംഗിക ആരോപണങ്ങൾ, മറ്റു തരത്തിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിൽ പിൻഗാമില്ല. എന്താ കാരണം അറിയാം? നമ്മൾ പോണേന്തിനാ അഭിനയിക്കാൻ? ഞാൻ പോണത് അഭിനയിക്കും. ഞാൻ ജോലി എടുക്കാനാ പോണേ അല്ലേ. ഞാൻ ആ ജോലി ചെയ്യാൻ എൻ്റെ കുടുംബത്താ പോകേണ്ടത്. അറിയാം, ഒരു സൂചി ഇങ്ങനെ കറങ്ങി നൂല് ഓർക്കാൻ പറ്റുമോ? പറ്റുമോ? സൂചി അരയ്ക്കുന്നാലേ നൂല് ഓർക്കാൻ പറ്റുള്ളൂ അല്ലേ? കാരണന്മാർ പറഞ്ഞല്ലേ മരത്തിന്റെ വളവുകൊണ്ട് ആചാര കുറ്റമുണ്ടെന്ന്. പിന്നെ എന്തിനാണ് പല്ലുകുത്തി മറ്റൊരുത്തനെ മണിപ്പിച്ചിട്ട്? ആര് കേൾക്കാൻ? എന്തിന്? എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ മക്കളെ സിനിമയിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാനടുത്തേക്ക് ഞാൻ പറയാറുണ്ട്, സിനിമക്കുള്ള സിനിമ ഉണ്ടെന്ന് പറയുന്നു. അതാണ് എൻ്റെ പണി. ചേച്ചിയുടെ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല ആരെങ്കിലും? ഇന്നലെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടായ എന്ത് ചെയ്യും? ഉണ്ടായാലുള്ള പണി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഉണ്ടായത് അങ്ങനെയുള്ള പണി എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും കളരി പഠിച്ചാൽ ആണല്ലേ? ഒരാണിട്ട് ഇവിടെ കുത്തിയാൻ വീഴുമെന്ന് എനിക്കറിയാം. അങ്ങനെ കുത്താനിട ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല. ചേച്ചിയോട് പറഞ്ഞ പോലെ നല്ലൊരു നടിയാണ്, നാടക നടിയാണ്, എല്ലാ അഭിനയശേഷിയുള്ള ഒരു അഭിനേത്രിയാണ്. എന്നിട്ടും എന്താണ് നമ്മളോടൊരു അയിത്തം ഒരു അസംതൃപ്തി കാണിച്ച് മാറ്റി നിർത്താൻ തോന്നിട്ടുണ്ടോ? എന്താണ് എന്താ കാര്യം പറ? എന്താ എനിക്ക് തോന്നണ ചിലപ്പോ അവരെ പോലുള്ള അഴക ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും എനിക്ക് തോന്നാം. ശരീരത്തിന്റെ സൗന്ദര്യം അതായിരിക്കുമല്ല. എന്താ പറയാ, എന്റെ തൊലി കറുത്തതാണ്. പക്ഷെ തൊലി കറുത്തതാണെങ്കിൽ എന്റെ ഹൃദയം വെളുത്തതാണ്. അതാണ് എന്നെ ഇങ്ങനെ ഇരുത്തിയേക്കണം എന്നെ ദൈവം. അല്ല, അവരെക്കാളൊക്കെ മികച്ച നടിയല്ലേ ഈ നാടക പാരമ്പര്യം? ഏത് മികച്ച നടികൾ വന്നാലും ലാസ്റ്റ് എവിടെ വന്ന് തീരണം? അതൊന്ന് ചിന്തിക്കോണ്ട. ഒരു പച്ചല വീഴുമ്പോ പച്ചല ചിരിക്കുകൊണ്ട് നാളെ പച്ചലക്ക് ഇതാണ് വിധിയെന്നാൽ പച്ചല ചിന്തിക്കോണ്ട. അതല്ലേ ഇന്നത്തെ ലോകം തന്നെ. മായവല്ലേ മോനെ. ഇപ്പൊ ഓരോ ജീവിതങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ പുതുങ്ങി ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ജീവിതമാണിപ്പം. ഈ ലൊക്കേഷൻ മടങ്ങുമ്പോഴേ ഒരു സങ്കടകരമായിട്ട് മടങ്ങുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പൈസയുടെ കാര്യത്തിലോ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില ഇടത്തൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം 10 പൈസ കയ്യില്ലാതെ, കാരണം പൈസ വരും എന്നാലും പോയ സമയത്തൊക്കെ 10 പൈസ കയ്യില്ലാതെയും കൊണ്ട് സങ്കടം പിടിച്ച് പോരേണ്ട ടൈമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലൊക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ചൊരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ടുള്ള ആരൊക്കെയാണ്? ഞാൻ അങ്ങനെ ആശ്വാസ വാക്കായിട്ട് അങ്ങനെ പറയാൻ നിൽക്കുന്നു ഓടിക്കല് കാര്യം പറയാലോ. ഇല്ല പറഞ്ഞു ഓടിക്കല്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എങ്ങനെയായാലും എൻ്റെ കയ്യിൽ ഞാൻ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴേക്കും വണ്ടിക്കാശ് എപ്പോഴും ഞാൻ കരുതും. കാരണം എന്തെങ്കിലും ഒക്കെച്ചക്കൽ വന്നാൽ നമുക്ക് വീടെത്തണം. അതിലുള്ള ഒരു പോകുമ്പോഴേ ഞാൻ എപ്പോഴും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ എവിടെയാണെങ്കിലും പോകുകയുള്ളൂ. അഥവാ എങ്കിലും നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ആരോടെ വിളിച്ചിട്ട് പറയുന്നത് ഡയറക്ടറിനെ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡ്യൂസറിനെ ആരും വിളിച്ചിട്ട് പറയും എനിക്കൊരു വണ്ടി വേണം, എനിക്ക് വീട്ടിൽ പോകണം, അത്യാവശ്യം.
എനിക്ക് വീടെത്തിക്കണമെന്ന് പറയും. സിനിമയിലെ അഡ്ജസ്റ്റ്മെന്റും ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ എന്റെ അടിക്ക് വരാൻ നിൽക്കില്ല. അത് പറഞ്ഞൊക്കെ പറയാറില്ലേ, നമ്മുടെ മുറിയുടെ വാതിലെ മുട്ടണെന്നൊക്കെ പറയാം. അങ്ങനെ മുട്ടലൊക്കെ എന്നുവരെയായിട്ട് എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ മുട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ ഉണ്ടാവും സംഭവമല്ലേ, വെറുതെ പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടാവും. ഉണ്ടാകില്ല, ഉണ്ടാകും, ഉണ്ട്, ഉണ്ടാകുന്നല്ല, ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇന്നുവരെ നമ്മുടെ സാധിക്കായിട്ട് മുട്ടാനോ ഇടിക്കാനോ ചെന്നിട്ടില്ല. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണം, എനിക്ക് ഇന്ന കഥാപാത്രം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ച് ചേച്ചിയുടെ മനസ്സിലുണ്ടോ? എനിക്കൊരു അമ്മയുടെ സീന്, അത് നല്ല എന്താ പറഞ്ഞ കണ്ണീരും കൈകളും ഒറ്റയ്ക്ക് ഇപ്പം എൻ്റെ ജീവിതം ഒന്ന് അതേപോലത്തെ ഒരു രംഗം എനിക്ക് അഭിനയിച്ച് കാഴ്ചവെക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എല്ലാവരും എന്നെ കോമഡി അടിച്ചാണ്, എല്ലാവരും എന്നെ ഇങ്ങനെ കോമഡി താരം എന്നുള്ള ഒരു എന്താണ് എനിക്ക് വന്നത്. എനിക്ക് അങ്ങനെയല്ല, നല്ല സീക്വൻസ് ആയിട്ടെല്ലാം അഭിനയിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ആരുടെയെങ്കിലും കൂടെ അഭിനയിക്കണം ആഗ്രഹം ഉണ്ട്. ആരുടെ കൂടെ? എനിക്കൊരു ജോയിക്ക പേറ്റിയുടെ കൂടെ അഭിനയിക്കണം. അതാണ് ആരുടെ സംവിധാനത്തിൽ അഭിനയിക്കണം? ജോയിക്ക പേറ്റിൻ്റെ. വേറെ ആര് താല്പര്യമില്ലേ? എനിക്ക് അങ്ങനെ താല്പര്യമില്ല. മലയാളത്തിൽ വലിയ പ്രമുഖരായ വേറെ സംവിധായകരുണ്ട്. ആരുണ്ടെങ്കിലും ആരിക്കടെ കൂടെ ആണെങ്കിൽ അഭിനയിക്കണേ, എനിക്കൊരു കുഴപ്പമില്ല. ആഗ്രഹം ഇതാണ്. അതാണ് നിങ്ങൾ തമ്മിലുള്ള മാനസികമായ. അതെ, ഞങ്ങളങ്ങ് മാനസികമായിട്ട് അത്ര അടുത്ത ആൾക്കാരെ ഞങ്ങളുടെ. കാരണം ജോയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ വ്യക്തി നല്ല മികച്ച നടനാണ്, ഒരു ഡയറക്ടറാണ്, എല്ലാമാണ്. പക്ഷേ ആ ഒരു പ്രവൃത്തി ആ മനുഷ്യൻ്റെ കയ്യിലില്ല. സ്നേഹിക്കാൻ നല്ലൊരു ഹൃദയമുണ്ട്, അത് പോരെ മോനെ. 10 പൈസ നമുക്ക് തന്നില്ലെങ്കിലും ആ ചിരിയിൽ നമ്മുടെ കാര്യങ്ങൾ എന്ന് വെച്ചെന്നാൽ, ഞാൻ ഈ കഴിഞ്ഞ പടത്തിലൊക്കെ ഞാൻ ഡബ് ചെയ്യേണ്ടൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്താ പറഞ്ഞ ചെയ്യാണ്ടും അത്ര കമ്പനിയായിട്ട് ഞങ്ങൾ മെമ്മോട് പോയത്. ഒരു ഓസ്ട്രേലിയൻ സിനിമ, ഒരു ഇംഗ്ലീഷ്, 2 സിനിമ ഉണ്ടല്ലേ, ടുമാറോ, ഗോസ്റ്റ് ടു പാരഡൈസ്. അതെ, അതിൽ രണ്ടിലും ചേച്ചി ഉണ്ടോ? രണ്ടിലും ഞാനുണ്ട്. അതിൽ ചവിട്ടോടെ പിള്ളേരെ അതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ദൈവസഹായം പിള്ള, അതുകൂടി എനിക്കൊന്ന് പറയാനുണ്ട്. ഈ ദൈവസഹായം പിള്ള ഈ ചവിട്ടുന്ന നാടകം 2.5 മണിക്കൂറത്തെ ഒരു നാടകമാണ്. ഞാനാണിത്, ഇതിൻ്റെ സംവിധായിക ഞാനാണ്. അപ്പം ഈ നാടകം ഒരു പുണ്യചരിത്രമാണ്. 2.5 മണിക്കൂറേ ഉള്ളൂ ഈ നാടകം. ഇതിൽ ചവിട്ട് നാടകം എന്നുള്ള ആ പാട്ടും കേൾവിയും മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് നാടകത്തിൻ്റെ ആയിട്ടുള്ള പഴയ കാലഘട്ടത്തിലുള്ള മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ആ കാലത്തിലുള്ള ഒരു നാടകമാണിത്. അപ്പം ഈ നാടകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഈ നാടകത്തിന് ബുക്ക് ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. അത് ബുക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരാഗ്രഹം എനിക്ക് പറയാനുണ്ട്. ഇപ്പം എന്തൊക്കെ ശാരീരിക അവസ്ഥകളാണ് ചേച്ചിക്കുള്ളത്? എനിക്കുള്ളത് തീർച്ചയായിട്ടും എൻ്റെ നെഞ്ചിൻ്റെ അകത്തുള്ള വേദനകൾ, ശ്വാസമുള്ള 2 മാസം വായിക്കുക. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, മരുന്ന് വാങ്ങിച്ചിട്ടില്ല, ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ല. ഒരു 3500 ഇഞ്ചക്ഷൻ അടിക്കണം. എത്ര പൈസയൊക്കെ വേണ്ടി വരും? എനിക്കൊരു മാസം ഒരു 10 രൂപ കടിച്ചു പിടിച്ച് എങ്ങനെയും 10 രൂപ വേണം. അതിപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല, 2 മാസമായിട്ട് ഞാൻ പോയിട്ടില്ല. മക്കൾക്ക് പണിയില്ല. പിന്നെ കൃപാസനമ്മയുടെ അവിടുത്തെ ഉപ്പും എണ്ണയും, അതാണ് എൻ്റെ മരുന്ന്. അപ്പം ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. വളരെ ഹ്രസ്വമായ ഈ സംഭാഷണത്തിൽ മോളി ചേച്ചി ചില ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയോട്, അതിൻ്റെ ഭാരവാഹികളോട് ഒരംഗത്വം തരണം, എന്നെയും നിങ്ങളിൽ ഒരാളായി അംഗീകരിക്കണം എന്നൊരപേക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിനിമാ മന്ത്രിയോട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് അവർ തൊഴുകൈയോടെ ഒരു കലാകാരിക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകണമെന്ന് അവർ അപേക്ഷിക്കുന്നുണ്ട്. കെട്ടുറപ്പുള്ള ഒരു വീട്ടിൽ അന്തിയുറങ്ങാൻ അവർ കൊതിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ആ കലാകാരിയുടെ ജീവിതത്തിന് ഒരു വെളിച്ചം പകരുക എന്നുള്ളത് സമൂഹത്തിൻ്റെ കടമയാണ്. തീർച്ചയായും മോളി കണ്ണമാലി എന്ന കലാകാരി അർഹിക്കുന്ന അംഗീകാരങ്ങൾ അവർക്ക് ലഭ്യമാകണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഈ സംഭാഷണം അതിലേക്കുള്ള ഒരു വഴിയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.